ചെമ്മീനുണ്ട്. എത്ര കട്ടെ? നിനക്കെന്നാ പ്രാന്തുണ്ടോ ഈ പാത്രമായിട്ട് വീട്ടിൽ നിന്ന് വരാൻ? ഇവിടുന്ന് കിട്ടുന്ന കിറ്റ് കൊണ്ട് കത്തിച്ചു കളഞ്ഞാൽ പോരെ? നമ്മുടെ ഈ ചിന്താഗതിയാണ് മാറേണ്ടത്. പ്ലാസ്റ്റിക് കത്തിച്ച എന്തെല്ലാം ദോഷമുണ്ടെന്ന് അറിയുമോ? അത് ഈ മണ്ണിലേക്ക് അറിയണി 600 വർഷം വേണം. നമ്മുടെ കാരണവന്മാർ കേടുവരുത്താതെ തന്ന ഭൂമിയായത്. ഇത് കേടുവരുത്താതെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. മാലിന്യ സംസ്കരണം സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? നമ്മൾ പ്ലാസ്റ്റിക് കവർ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് 50 രൂപ കൊടുക്കുകയും വേണം. എല്ലാത്തിനും സർക്കാരിനെ പഴിയാറിയിട്ട് കാര്യമില്ല. നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നമ്മൾ തന്നെ നിർവഹിക്കണം. മാസത്തിലൊരു 50 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മസാല ദോശയുടെ കാശുപോലും ആവുന്നില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കാൻ പറ്റണം. ഇവരൊക്കെ നിവൃത്തികളുകൊണ്ടാണ് നമുക്ക് ഈ കിറ്റിൽ തരുന്നത്. എന്നിട്ട് ഇത് പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ്, പ്ലാസ്റ്റിക്കിന്റെ കസേര, പ്ലാസ്റ്റിക്കിന്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ പ്ലാസ്റ്റിക്കാണ്. റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കാണ് പ്രശ്നം. നമ്മൾ വിചാരിച്ചാൽ ഒരു ദിവസം 2 പ്ലാസ്റ്റിക് കിറ്റെങ്കിലും ഒഴിവാക്കാൻ പറ്റും. മാസത്തിൽ 60 ഇങ്ങനെ ഓരോ വ്യക്തികളും വിചാരിച്ചാലോ എത്ര പ്ലാസ്റ്റിക് കിറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ഇത് നമ്മുടെ നാടാണെന്ന് തോന്നലുകൊണ്ടാണ് നമുക്ക് ഉത്തരവാദിത്വം കുറയുന്നത്. ഇത് എൻ്റെ നാടാണെന്ന് തോന്നണം. എൻ്റെ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വം കൂടും. ഇത് എൻ്റെ നാടാണ്.